റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെയും വ്യവസായി വിരേൻ മെർച്ചന്റിന്റെ മകൾ രാധിക മെർച്ചന്റിന്റെയും വിവാഹത്തിന് മുന്നോടിയായുള്ള ആഘോഷങ്ങൾ ഗുജറാത്തിലെ ജാംനഗറിൽ നടക്കുകയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തും. മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്, മോർഗൻ സ്റ്റാൻലി സിഇഒ ടെഡ് പിക്, മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, ഡിസ്നി സിഇഒ ബോബ് ഇഗർ, ബ്ലാക്ക് റോക്ക് സിഇഒ ലാരി ഫിങ്ക്, അഡ്നോക് സിഇഒ സുൽത്താൻ അഹമ്മദ് അൽ ജാബർ, ഇഎൽ റോത്ത്ചൈൽഡ് ചെയർമാൻ ലിൻ ഫോറസ്റ്റർ തുടങ്ങിയ പ്രമുഖർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. കൂടാതെ പോപ്പ് ഗായികയായ റിഹാന, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, രൺവീർ സിംഗ്, ദീപിക പദുക്കോൺ തുടങ്ങിയ താരങ്ങൾ ഇതിനോടകം ജാംനഗറിലെത്തിക്കഴിഞ്ഞു. G20 ശേഷം ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവുമധികം പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങ് കൂടിയാകും ഇത്. റിലയൻസിന്റെ ബിസിനസ് പങ്കാളികൾ അല്ലെങ്കിൽ കൂടി ആഗോള ബിസിനസ് രംഗത്തെ പ്രമുഖന്മാരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. അതിഥികൾക്കായി 3 ദിവസത്തെ ആഘോഷ പരിപാടികളുടെ വിശദവിവരങ്ങൾ അടങ്ങിയ 9 പേജുകളുള്ള ഒരു ടൂർ ഗൈഡും നൽകിയിട്ടുണ്ട്. കഴിയുമെങ്കിൽ ലഗേജുകളുടെ എണ്ണം അതിഥികൾ കുറയ്ക്കണമെന്നും ആവശ്യമുള്ളവ മാത്രം പാക്ക് ചെയ്ത് എടുത്താൽ മതിയെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരാൾക്ക് 1 ലഗേജ് അല്ലെങ്കിൽ ദമ്പതികൾക്ക് 3 ലഗേജ് എന്നീ രീതികൾ പാലിക്കണമെന്നും കഴിവതും അതിഥികളുടെ ലഗേജുകൾ നേരത്തെ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളിൽ ഓരോ ദിവസത്തിലും വ്യത്യസ്ത ഇനം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ചടങ്ങുകൾ ഓരോന്നിലും ഓരോ തരം വസ്ത്രങ്ങളാകും അതിഥികൾ ധരിക്കുക. 1-ാം ദിവസം ഈവനിംഗ് ഇൻ എവർലാൻഡ് എന്ന തീമിലാണ് പരിപാടികൾ നടക്കുക. കോക്ടെയിൽ വസ്ത്രങ്ങളാകും ഈ പരിപാടിയിൽ അതിഥികൾ ധരിക്കുക. 2-ാം ദിവസം റിലയൻസിന്റെ മൃഗ പുനരധിവാസ കേന്ദ്രം സന്ദർശിക്കാൻ അതിഥികൾക്ക് അവസരമൊരുക്കുന്ന എ വാക്ക് ഓൺ വൈൽഡ് സൈഡ് എന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജംഗിൾ ഫീവർ എന്ന് പേരിട്ടിരിക്കുന്ന വസ്ത്രധാരണ രീതിയാകും ഈ പരിപാടിയിലുള്ളത്. അതിനുശേഷം പ്രണയത്തെ അനുസ്മരിപ്പിക്കുന്ന ആഘോഷമാകും നടക്കുക. ഇതിൽ ദക്ഷിണേഷ്യൻ വസ്ത്രധാരണ രീതിയാണ് അതിഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. 3-ാം ദിവസം കാഷ്വൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള ടസ്കർ ട്രെയിൽസ് എന്ന പരിപാടിയും കൂടാതെ ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള ഹസ്താക്ഷർ എന്ന പരിപാടിയും നടക്കും. അതിഥികളുടെ വസ്ത്രങ്ങൾ സ്റ്റീം അയണിംഗ് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ വരെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ അതിഥികളെ വസ്ത്രധാരണത്തിലുൾപ്പെടെ സഹായിക്കാൻ ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും പ്രത്യേകം വസ്ത്രങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിഥികളുടെ സൗകര്യാർത്ഥം അവർക്ക് തന്നെ ഇഷ്ടമുള്ളത് ധരിക്കുകയും ചെയ്യാം. തായ്, ജാപ്പനീസ്, മെക്സിക്കൻ, പാഴ്സി, പാനേഷ്യൻ തുടങ്ങി ഏതാണ്ട് 2500-ൽ പരം വിഭവങ്ങളാണ് അതിഥികൾക്കായി ജാംനഗറിൽ ഒരുക്കുക. പ്രാതലിന് 75 തരം വിഭവങ്ങളും ഉച്ചയ്ക്ക് 225 തരം വിഭവങ്ങളും അത്താഴത്തിന് 275 വിഭവങ്ങളും അതിനുശേഷം ആവശ്യമെങ്കിൽ കഴിക്കാൻ രാവിലെ 4 മണിവരെ 85ഓളം വിഭവങ്ങളും ഉണ്ടാകും. വളരെ ശ്രദ്ധയോടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുമാണ് ഓരോ വിഭവങ്ങളും തയ്യാറാക്കുക. ഒരു ദിവസത്തെ വിഭവങ്ങൾ അടുത്ത ദിവസം ആവർത്തിക്കില്ല. 20 സ്ത്രീകൾ ഉൾപ്പെടുന്ന 65 അംഗ സംഘമാണ് പാചകത്തിനായി ജാംനഗറിൽ എത്തിയിട്ടുള്ളത്. ഇൻഡോറി കച്ചോറീസ്, പോഹ ജിലേബി, ഭൂട്ടേക്കി കീസ്, കോപ്ര പാറ്റിസ്, ഉപ്പുമാവ് തുടങ്ങിയ വിഭവങ്ങളുള്ള ഒരു കൗണ്ടറും ആഘോഷവേദിയിൽ ഉണ്ടാകുമെന്നാണ് വിവരം.